വയനാട്ടിൽ സംഭവിച്ച ഈ ഒരു മഹാദുരന്തം നമ്മളെയൊക്കെ സങ്കടക്കടലിലാക്കിയിട്ട് ഒരാഴ്ച തികയുന്നതേ ഉള്ളൂ. വയനാടിനെ എങ്ങനെ റീബിൽഡ് ചെയ്യാം അല്ലെങ്കിൽ റീഡെവലപ്പ് ചെയ്യാം എന്ന് ചിന്തിക്കുന്നതിന് പകരം കുറേ ക്രിറ്റിസിസംസും പൊളിറ്റിക്കൽ ആരോപണങ്ങളും കുറേ നമ്മുടെ തന്നെ സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ ഉന്നയിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് CMDRF ഫണ്ടിനെ പറ്റിയാണ്, ചീഫ് മിനിസ്റ്റർ ഡിസ്ട്രസ് റിലീഫ് ഫണ്ട്. ഈ ഫണ്ടിന്റെ പ്രവർത്തനം എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഇതുള്ളതിനെ പറ്റി എന്നുള്ള കാര്യങ്ങളെയൊക്കെ ചൊല്ലി കുറേ ആരോപണങ്ങൾ അവിടെയും ഇവിടെയും നടക്കുന്നുണ്ട്. പോലീസ് കേസെടുത്തു, FIR രജിസ്റ്റർ ചെയ്തു എന്നൊക്കെയുള്ള ന്യൂസുകളും നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു ഫണ്ടിനെ പറ്റി. നമ്മൾക്ക് എല്ലാവർക്കും ഡയറക്റ്റ് വയനാട്ടിൽ പോയിട്ട് അവിടെ വീട് വെച്ച് കൊടുക്കാനോ ഡയറക്റ്റ് പണം കൊണ്ട് കൊടുക്കാനോ ഒന്നും സാധിക്കുന്നവരല്ല. വലിയൊരു എമൗണ്ട് കൊടുക്കാൻ സാധിക്കാത്ത ആൾക്കാരിൽ കുറേ ആളുകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു ഫണ്ടിലേക്ക് മാത്രമാണ് ഫണ്ട് ഡൊണേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഫുള്ളി കൺട്രോൾഡ് ആയിട്ടുള്ളൊരു ഫണ്ട് തന്നെയാണ് CMDRF ഫണ്ട് എന്ന് പറയുന്നത്. ഇതൊരു ട്രസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഫണ്ടൊന്നുമല്ല. ഈ ചീഫ് മിനിസ്റ്റർ ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് തന്നെ പറയുകയുണ്ടായി, കംപ്ലീറ്റ് ഫണ്ടും അവർ ചീഫ് മിനിസ്റ്റർ ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിലേക്ക് കൊടുക്കുമെന്നും നമ്മളോട് എല്ലാവരോടും ആ ഫണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്യാനും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കംപ്ലീറ്റ്ലി ഫിനാൻസ് സെക്രട്ടറി അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിനും കൂടിയാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ആണ്. ഈ ഫണ്ട് മൊത്തത്തിലോ ചില്ലറയായിട്ടോ വേറൊരു ഫണ്ടിലേക്ക് മാറ്റാനോ തോന്നിയ അക്കൗണ്ടിലേക്ക് മാറ്റാനോ ഒന്നും പോസിബിൾ അല്ല. വിവരാവകാശ കമ്മീഷൻ പ്രകാരം അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫണ്ടിനെ പറ്റി കൂടുതൽ അറിയാനൊക്കെ സാധിക്കുന്നതാണ്. പബ്ലിക്ലി ആക്സസിബിൾ ആണ് ഈ ഫണ്ടിന്റെ ഇൻഫർമേഷൻസ്. ഇത് ഏത് മുഖ്യമന്ത്രി ഭരിച്ചാലും, ഇപ്പം ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാർ ആണെങ്കിലും വേറെ മുഖ്യമന്ത്രി ആണെങ്കിലും, ഈ ഫണ്ട് റിമെയിൻസ് ദി സെയിം. ഈ ഫണ്ട് മുഖ്യമന്ത്രി മാറുന്നതനുസരിച്ച് ഫണ്ട് മാറുന്നില്ല. ഇതൊരു കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ഫണ്ടാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഈ ഫണ്ടിനെ പറ്റിയുള്ള മിസ് ഇൻഫർമേഷൻസ് സോഷ്യൽ മീഡിയയിലൂടെ പരത്താതിരിക്കുക. റാദർ ദാൻ ഈ ഫണ്ടിലേക്ക് ആൾക്കാരെ കൊണ്ട് ഡൊണേറ്റ് ചെയ്യിപ്പിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശ്രമിക്കേണ്ടത്. ആസ് ആൻ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ആള് എന്നുള്ള നിലയിൽ നമ്മൾ എല്ലാവരും ഈ സമയത്ത് ഒറ്റക്കെട്ടായി നിൽക്കുകയും വയനാടിനെ റീബിൽഡ് ചെയ്യാനായിട്ടുള്ളത് നമ്മൾ മാക്സിമം ചെയ്യണം എന്നുമാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഡയറക്റ്റ് ഗൂഗിൾ പേ വഴി ഈ ഫണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ട് CMDRF എന്ന് സെർച്ച് ബാറിൽ സെർച്ച് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ഗൂഗിൾ പേ വഴി ഡൊണേറ്റ് ചെയ്യാനും സാധിക്കും. സോ പ്രാർത്ഥിക്കുകയാണ് എത്രയും പെട്ടെന്ന് നമുക്ക് വയനാടിനെ റീബിൽഡ് ചെയ്യാൻ സാധിക്കട്ടെ. ഇതുപോലൊരു ദുരന്തം ഇനി നമ്മുടെ കേരളക്കരയിൽ വരാണ്ടിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി എല്ലാവരും പ്രാർത്ഥിക്കുക, ഒറ്റക്കെട്ടായി നിൽക്കുക.